നിലവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അത്ര കണ്ട് നിരാശ നൽകുന്ന ചില അപ്ഡേറ്റുകളാണ് പുറത്തേക്ക് വരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിനെ സംബന്ധിച്ചിടത്തോളം ISL കഴിഞ്ഞു പോയൊരു 3 സീസണുകളായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് വരുന്ന ഒരു മലയാളി താരം, അതായത് മലയാളി യങ് താരമാണ് വിപിൻ മോഹനൻ എന്ന് പറയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച പ്രകടനം തന്നെയാണ് ഇദ്ദേഹം പാസിങ്ങിലാണെങ്കിലും ബോൾ റിക്കവറിങ്ങിലാണെങ്കിലും ഫുട്ബോളിൽ, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മത്സരത്തിലെ ഏതൊരു മേഖലയിലാണെങ്കിലും മികച്ച പ്രകടനം ഇദ്ദേഹം കാഴ്ചവെക്കുന്നത്. പല സമയങ്ങളിലും ഇദ്ദേഹം നല്ല കൃത്യമായിട്ട് നല്ല സൂക്ഷ്മ രീതിയിൽ എന്ന പോലെ ചില ത്രൂ ബോളുകൾ ബോക്സ് ടു ബോക്സ് നൽകുന്ന കാഴ്ചയൊക്കെ നമ്മൾ ISL കണ്ടിട്ടുണ്ട്. നിലവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം താരം, അതായത് വിപിൻ മോഹനനെ സ്വന്തമാക്കുവാനായിട്ട് മുംബൈ സിറ്റി FC ശ്രമങ്ങൾ നടത്തുമെന്ന് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതായത് അവരുടെ ടീമിലെ മികച്ച സാന്നിധ്യമായിട്ടുണ്ടായിരുന്ന അപ്പുയ്യ മോഹൻ ബഗാനിലേക്ക് ചേക്കേറിയപ്പോൾ തന്നെ അപ്പോയ്ക്ക് റീപ്ലേസ്മെൻ്റ് ആയിട്ട് വിപിൻ മോഹനെ ടീമിലേക്ക് എത്തിക്കുവാനായിട്ട് മുംബൈ സിറ്റി FC ശ്രമിച്ചിട്ടുണ്ടായിരുന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, നിലവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വിപിൻ മോഹനെ കേരള ബ്ലാസ്റ്റേഴ്സിലും ടീമിലേക്ക് എത്തിക്കുവാനാണ് ഇവരുടെ ശ്രമമെന്നും, പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ഡീലിനെ എഗ്രി ചെയ്യുവാനായിട്ടുള്ള സാധ്യതകളില്ല എന്നും നമുക്കറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അത് കേരള ബ്ലാസ്റ്റേഴ്സുകാർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് ആണ് ഒരുപക്ഷെ തെറ്റായ തീരുമാനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉറപ്പായും തന്നെ വിപിൻ മോഹനൻ കേരള ബ്ലാസ്റ്റേഴ്സ് വിടുവാനായിട്ടുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതായിരിക്കും. സോ എന്തൊക്കെ വന്നാലും നമുക്ക് കണ്ടു തന്നെ അറിയാം, വിപിൻ മോഹനൻ വരാൻ പോകുന്ന ISL സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുമോ എന്നുള്ളൊരു കാര്യമൊക്കെ തന്നെ.